ഹലോ, എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം. ഓക്കെ, നമ്മളിപ്പോൾ ലൈവിലുള്ളത് 3 പേരുള്ളൂ. എല്ലാവരും കൂടി വരണം കേട്ടോ. എല്ലാവരും കൂടി രാവിലെ എല്ലാവരും വരാൻ ചാൻസ് ഉണ്ടാവില്ല അല്ലേ. പോയി പണിയെടുക്ക് ചിമിട്ടുകളെ പോടാ. ജിയൂസ് പോയി പണിയെടുക്കടാ. നീ പോയി പണിയെടുക്കടാ. നമുക്ക് എന്താ അവിടെ പണിയെടുത്തൂടെ? പേന എന്തായാലും ഒന്നും അയക്കാത്തേ. ഫിറോസ്, ഹായ്, നിങ്ങളുടെ വീഡിയോ കാണാറുണ്ട് കേട്ടോ. ഓക്കെ. അപ്പം എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം ഞങ്ങൾ ലൈവില് 10 മണിക്കായിരുന്നു വരാൻ പറഞ്ഞത്. പക്ഷെ കുറച്ച് വൈകിപ്പോയി. കുറച്ച് പണി ഉണ്ടായിരുന്നു, അതുകൊണ്ട് വൈകിപ്പോയാണ്. 12 മണിയായിട്ടുണ്ട് ഇപ്പോൾ. ഓക്കെ, അതിപ്പം ഗെയിം ബ്ലോഗ്സ് നിങ്ങളുടെ ചാനൽ ആരാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നത്? വേണ്ടവരൊക്കെ ചെയ്യുന്നുണ്ട്, ചെയ്യണമെന്നില്ല കേട്ടോ. ഞങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ല, നീ ചെയ്തിക്കില്ല, ഞങ്ങൾക്കൊരു കുഴപ്പമില്ല അല്ലേ. ഒരു കുഴപ്പമില്ല. ജാസ്മിൻ, നിങ്ങൾ ചാനലിൽ കയറി പറയാൻ സമയമില്ലല്ലോ. ചലച്ചി മര്യാദക്കെങ്കിലും ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ ചാനലിൽ കയറാൻ സമയമില്ലല്ലോ ചേച്ചി, അതിനാണ് ഇത്രയും ഒരു നീണ്ട കഥ പറയാലോ. ഓക്കെ, അടുത്തത് സിജോ, അനിയത്തിയും അനിയനോ മറ്റുണ്ടോ? ഇവർക്ക് ചേട്ടനും എനിക്ക് അനിയത്തുണ്ട്. ഇടയ്ക്ക് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ചായ കുടിച്ചോണ്ടാ കേട്ടോ. ഞങ്ങൾ ചായക്ക് കുടിച്ച് 12 മണിയുള്ളത്. 12 മണിയില്ല, ഇനി 12 മണിയുടെ ചായയും കൂടി കുടിക്കണം. അത് കുടിച്ചിട്ടില്ല കേട്ടോ. 12 മണിയുടെ ചായ എനിക്ക് ഉദ്ദേശിച്ചത് അല്ലേ. രാവിലത്തെ ചായ കുടിച്ചു, 12 മണിയുടെ ചായ കുടിച്ചില്ല. പഠിക്കുന്ന സ്കൂൾ ഏതാണ് ഋഷി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പഠിക്കുന്നത് ചാത്തക്കൊട്ടാട സ്കൂളാണ്. കൂടൽ ഈ ഭാഗത്ത് വരുന്ന ചാത്തക്കൊട്ടാട സ്കൂൾ. ADM ബ്ലോഗ്സ്, ചിമിട്ടുകളാണെങ്കിലും ജാട കൂടുതലാണ്. ഞങ്ങൾക്ക് ജാടുണ്ട്, ഇത്തിരി കൂടുതലാണ്. എന്തെങ്കിലും ഉണ്ടാവും അല്ല. സെറീന, നിങ്ങളോടാരും ലൈവിൽ വരാൻ പറഞ്ഞത്? പോയി പണിയെടുത്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചുക്കും കിട്ടാൻ പോകുന്നില്ല. അച്ഛനെയും അമ്മയെയും പോയി പണിയെടുത്ത് സഹായിക്കും പിള്ളേരെ. ഇവിടെ ഇരുന്ന് തെറി പറയാതെ. ഞാൻ തെറി പറയാതെ തെറി വരേതെ ഇരിക്കും. നീ പോരാട്ട് തെറിയില്ല. ശരി, നിന്നോട് അറിയില്ല ലൈവ് കയറാൻ പറഞ്ഞ അല്ല, വേറെ ആരെയും ലൈവ് പോയിട്ട് തെറി കേൾക്കുന്നു അല്ലേ. ഞങ്ങളോട് ചിലക്കാൻ വരില്ല, അധികം ഓവർ അല്ല. 1ാമത്തെ നിലയിലൊന്നും എത്തണ്ട, 10ാമത്തെ നിലയിലെത്തിയത്. വിഷ്ണു അല്ലേ? ഓക്കെ, ഗുഡ് മോർണിംഗ് കേട്ടോ. ഇപ്പോൾ ലൈവിൽ വന്നെന്ന് തോന്നുന്നില്ലേ വിഷ്ണു? ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിഷ്ണു. ചായയൊക്കെ കുടിച്ചോ? 12 മണിയുടെ. ഓക്കെ. രാജു, എൻ്റെ പേര് ഒന്ന് പറയാമോ? ശ്രേയ. ഓക്കെ, ഹായ് ശ്രേയ. ഗുഡ് മോർണിംഗ് ശ്രേയ. സബിത, നിങ്ങളൊരു പച്ചക്കറി മാത്രമേ പറയൂ. കുട്ടികളെ വിചാരമേ ഇല്ല. നിങ്ങൾ പറഞ്ഞത് കൊണ്ടാണ് മാത്രമാണ് ഞങ്ങൾ പറയുന്നത്, അല്ലാതെ ഞങ്ങളിവിടെ ആയിരുന്നു. ഇന്നലെ ഞങ്ങൾ കുറേ പറഞ്ഞിട്ടുണ്ട് സവിതയെ കുറിച്ചിട്ട്. സവിത വീണ്ടും അത് റിപ്പീറ്റ് എടുത്ത് അതെന്നെ അടിച്ചു അല്ലേ. ഈ സബിതേനൊക്കെ ആരായില്ല തരാൻ പറ്റും. അയക്കുന്നില്ലേ? സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. സീമ എന്തോ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്ത് പണിയോ? അവള് പണിയെടുക്കുന്ന. അപ്പം ലൈവിൽ കയറാൻ നിങ്ങൾക്ക് എന്ത് പണിയാണുള്ളത്? അപ്പോൾ എങ്ങനെ അല്ല അത്
സീമ പറഞ്ഞിരിക്കുന്നത് മറ്റേ അവള് പണിയെടുക്കുവാണ്, അതുകൊണ്ട് ലൈവ് കയറാൻ സമയമില്ല എന്ന് പറഞ്ഞത്. ഓക്കെ. ശ്യാമി, നിങ്ങൾ ഇന്നലെ പറഞ്ഞതല്ലേ ലൈവിൽ വരുമെന്ന് 10 മണിക്ക്. അപ്പോൾ ഞങ്ങൾക്ക് ഇത്തിരി പണി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ വരാത്തത്. അതുകൊണ്ടാണ് 12 മണിക്ക്. ഇന്നെന്തായാലും വരും കേട്ടോ. സീമ, നിങ്ങൾക്ക് എന്ത് പണിയാണ് ഉള്ളത്? വലിയ ആളാന്ന വിചാരം. ഞങ്ങൾക്ക് കുറെ പണി ഉണ്ടായിരുന്നു. നിനക്കെന്താ സീമേ? ഓടി സീമേ. ഓക്കെ. വലിയ പണി. ജിൻജോ, നിങ്ങളുടെ ഹോം ടൂർ ഇടുന്നില്ലേ? ഇട്ടല്ലോ. ഈ വീടിൻ്റെ ഇട്ടിട്ടില്ലല്ലേ? ആ വീട്ടിൻ്റെ ഹോം ടൂർ ഇട്ടിട്ടുണ്ടായി, പക്ഷേ യൂട്യൂബിലേക്ക് ഇട്ടിട്ടില്ല. സെക്കൻഡ് പാർട്ട് ഉണ്ട് കേട്ടോ. ഒരു മിനിറ്റ്. അപ്പം ഒരു മിനിറ്റ്. ഹോം ടൂർ, നിങ്ങളുടെ വീടിൻ്റെ ഹോം ടൂർ നടത്താനേന്ന് ചോദിച്ചിട്ടുണ്ട്. അർജുനെ ഒക്കെ നടത്താം. അപ്പം നമ്മളെപ്പോൾ ഈ ഹോം ടൂർ നടത്തുന്നത്? എപ്പോഴും നടത്താം. ഇത് തന്നെ പറ്റും നോക്കാം കേട്ടോ. ആൽഫൺ ഹനാന്, നിങ്ങളൊരു ഗോസ്റ്റ് ഷോർട്ട് ഫിലിം ഇടണം. അല്ല, ഞങ്ങൾ 3 ചേർന്ന് കൂടി ചേർന്നിട്ട് 3 പേരില്ല, നമ്മുടെ നൂനുവും ഇല്ലുവും മുനും, അപ്പോൾ 3 പേരുള്ള ഒരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു. പിന്നെ വേറൊന്നും ഉണ്ടായിരുന്നില്ല, ഡാൻസിങ് ലേഡിയുടെ വെളും നൂനുവും ഉള്ള ഒരു ഡാൻസിങ് ലേഡിയുടെ ഉണ്ട്, അത് വിട്ടു. ഓക്കെ, അത് ഇട്ടിട്ടുണ്ട്. ഷോർട്സിലാട്ടോ ഇട്ടത്. ഷോർട്സിൽ നിങ്ങൾ ലോങ് വീഡിയോ ഇടാം. അപ്പോൾ ലീബ 2800 രൂപയുടെ കാറ് വാങ്ങുമെന്ന് പറഞ്ഞതല്ലേ? ഞങ്ങൾ പറഞ്ഞായിരുന്നു 6K സബ്സ്ക്രൈബ് ആയാൽ മാത്രമേ ഞങ്ങൾ വാങ്ങുന്നത്. ഞങ്ങൾ സ്ഥലത്ത് പോകുന്നുണ്ട് അല്ലേ? ഞങ്ങൾ ഈ മാസം 25-ന് ഞങ്ങൾ ബാംഗ്ലൂർ പോകുന്നുണ്ട്. നോക്കി വെക്കാൻ വിചാരിച്ചു. അപ്പം നിങ്ങൾ 24-ന് പോയിട്ട് 24-ന് പോയിട്ട് 28-ന് നമ്മൾ വരുള്ളൂ. 4 മണിക്ക് നമ്മൾ പോകും. ഇവിടുന്ന് എയർപോർട്ട് കയറി പോയിട്ട് അങ്ങോട്ട് പോകും അല്ലേ? പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് നമ്മൾ മസ്കറ്റിലേക്ക് പോകും. ബാംഗ്ലൂർ നമ്മൾ ദുബായിലേക്ക് പോയിട്ട് മസ്കറ്റിലേക്ക് പോകും അല്ലേ? ഇപ്പോൾ 10-12 ആൾ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ലൈവില്. അപ്പോൾ രേഖ പറഞ്ഞിട്ടുള്ളത് വീടും പരിസരവും യൂട്യൂബിലിടുമോ? ഞങ്ങൾ എടുത്തിട്ടുണ്ട് വീഡിയോ, പക്ഷേ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്ലോഡ് ചെയ്യാൻ ഒരു വീഡിയോ ആക്കിയിട്ട് മൊത്തമായിട്ട് നോക്കിയെടുക്കല്ലേ കാട്ടില് ഭാഗത്ത്. ശാലിനി, നിങ്ങൾ തെറി പറയാതെ ലൈവിൽ വരണേ. ഞങ്ങൾ എന്ത് തെറിയാ പറഞ്ഞിട്ടുള്ളത്? ഹായ് ഗൈസ്, നിങ്ങൾക്ക് വീഡിയോ ഞാൻ കാണിച്ചു തരാം. ലൈവാണ്. റെഡിക്കോ? റെഡിക്കൂല. ഒരു ഗർഭത്തിൽ തന്നെ 7 എണ്ണം. ലൈവ് വയ്ക്കല്ലേ? ശാലി പറഞ്ഞായിരുന്നു നിങ്ങൾ തെറി പറയാതെ ലൈവ് വരണേ. ഞങ്ങളെപ്പോൾ തെറി പറഞ്ഞിട്ടുള്ളത്? തെറിയൊക്കെ പറഞ്ഞു. നിങ്ങൾ മര്യാദയ്ക്ക് അയച്ചാൽ ഞങ്ങൾ തെറി പറയാതെ മര്യാദയ്ക്ക് അയക്കാം. നിങ്ങൾ മര്യാദക്കാണ് ഞങ്ങൾ. ശാലി ഇപ്പോൾ ആ പറഞ്ഞ കമൻറ്റിൽ ഞങ്ങളെ തെറി പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ പരിശീലിക്കുകയാണ് അവൾ. തെറി പറയുമോ നോക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ പറയത്തില്ല. നിങ്ങളിങ്ങനെ തെറി പറഞ്ഞിട്ടാണ് ഞങ്ങളിങ്ങനെ ഓരോരോ ചാറ്റ് ബോക്സിൽ ഇങ്ങനെ തെറി അയക്കുന്നത്. നിങ്ങളിപ്പോൾ തെറി പറഞ്ഞിട്ട് ഞങ്ങൾ മര്യാദയ്ക്ക് അയച്ചോളാം. നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലല്ലോ തെറി അയക്കാതിരിക്കാൻ. ഇത്രയും നേരം മര്യാദയ്ക്ക് പോകും. ഷൈബി വർഗീസ്, ഹായ് ഗുഡ് മോർണിംഗ്. സുഖാണോ? ഹായ് സുഖാണോ? ഗുഡ് മോർണിംഗ്. ഓക്കെ സുഖാണ്, ഗുഡ് മോർണിംഗ്. സിബി, നിങ്ങളുടെ വീട് അടിപൊളി. ഓക്കെ, താങ്ക് യു. ഞങ്ങളുടെ വീട് അടിപൊളിയാണോ? സ്വപ്ന, ബ്ലാക്ക് ടീഷർട്ട് ഇട്ട ചേച്ചിയുടെ ഹോം ടൂർ ഒന്ന് ഇടാവോ? ഓക്കെ. നമ്മൾ ഇങ്ങനെ നടത്താൻ പറ്റും. സ്വപ്ന എത്രയിലാണ് പഠിക്കുന്നത്? വലിയ ആളാണോ സ്വപ്ന? ഞാൻ വലിയ ആളൊന്നുമല്ല, ഞാൻ ആകെ 3-ലേ പഠിക്കുന്നുള്ളൂ.
ആ ചേച്ചി 8-ലല്ലേ, അതുകൊണ്ട് ആ ചേച്ചിയുടെ പ്രായം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. 8-ലല്ലേ, അതുകൊണ്ടാണ് ഞാൻ അവരെ ചേച്ചീനെ വിളിക്കുന്നത്. ഒന്നും തോന്നരുതേ. ഈ ചേച്ചിക്ക് 5-ാം ക്ലാസ്സിലല്ലേ, ഞാനും ഈ ചേച്ചിയെ ചേച്ചിന്ന് വിളിച്ചോളാം. ഓക്കെ ബായ്, എനിക്ക് സമയമില്ല, ഞാൻ പഠിക്കുകയാണ്. ഓക്കെ സ്വപ്ന, നല്ല പോലെ കേട്ടോ, പഠിക്കുകയൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഓക്കെ. സ്വപ്ന LSS ചെയ്തിട്ടുണ്ടോ? സോറി 3-ലല്ലേ. LSS തയ്യാറൊക്കെ എടുക്കുന്നുണ്ടാവും അല്ലേ? LSS പോകണം കേട്ടോ. നന്നായിട്ട് പഠിക്കണം. LSS ഫസ്റ്റിൽ 61 മാർക്ക് നമുക്ക് നേടണം. സെറീന വലിയ ഡയലോഗ് അടിക്കല്ലേ കേട്ടോ. ഇവള് പിന്നെയും കയറി വന്നു. നമുക്ക് അവളെ ബ്ലോക്ക് ചെയ്തേ പറ്റും. സെറീന അവിടെ കണ്ടെത്തട്ടെ. ഓക്കെ, ബ്ലോക്ക് ചെയ്യട്ടെ. കിട്ടി. പിന്നെ ജാസ്മിൻ ചോദിച്ചിട്ടുള്ളത്, ജാസ്മിൻ എന്തോ ജാസ്മിൻ കണ്ടാ മതി വലിയ മുതല്, സോറി അവതാരം. പറയണാളെ കണ്ടാ മതി. ആന്നെ വലിയ മുതല് വന്നിരിക്കുന്നു. ജാസ്മിൻ അടിച്ചു ചൊള്ളയാൻ പറ്റിക്കളയാ. വലിയ ഡയലോഗ്. ഞങ്ങൾ ലൈവിൽ തെറി പറയാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുന്നുണ്ട്. ഇതേപോലത്തെ കമന്റ് വന്നാൽ ഞങ്ങൾ എന്തായാലും ഉറപ്പായിട്ട് തെറി പറയേ. ഞങ്ങളെ കൊണ്ട് പറയിക്കുകയാണ്, അല്ലാതെ ഋത്തിക്ക് ഓക്കെ. ഋത്തിക്ക് നിങ്ങളുടെ വീട് എവിടെയാണ്? ഞാൻ നമുക്ക് പറഞ്ഞല്ലോ, കോഴിക്കോട് ജില്ലയിലെ കൂടല്ലൂർ സ്ഥലത്താണ് ഞങ്ങളുടെ വീട്. പട്ടിയാട്ട അങ്ങോട്ടൊക്കെ പോകണം. പട്ടിയാട്ട് പുഴയോരം, അവിടെ ഭംഗിയുള്ളത് ഇതുണ്ട്, പുഴയോര പുഴ. എല്ലാവർക്കും സുഖമാണോ ഗൈസ്? അപ്പം ഞങ്ങൾ ഇന്ന് 10 മണിക്ക് ഡയറി. അപ്പം എല്ലാവരും വരണം കേട്ടോ. എന്ത് 10 മണിക്ക് ഡയറി? രാത്രിയോ? ശരി, രാവിലെയാണ്. 12 മണിയായി. എനിക്കത് ഉള്ളൂ അല്ലേ? ഇടയ്ക്കിത് ഉള്ളൂ. എന്താ എനിക്കുള്ളൂ. നിങ്ങൾ ചേച്ചിയും അനിയത്തിയും പോലെയല്ലേ ഋത്വിക്ക്? എൻ്റെ വീടിനടുത്തുള്ള. എൻ്റെ വീട് താഴെയാണ്, അവിടെയാണെങ്കിൽ ഇവളുടെ വീട് ഇവിടെ. അങ്ങനെ അടുത്തടുത്താണ്. എൻ്റെ വീട് ഇതാണെങ്കിൽ ഒരു സ്റ്റെപ്പ് ഇറങ്ങി ഇത് അവളുടെ വീടാണ്. ഇത്ര അടുത്താണ്. അപ്പം അങ്ങനെ നമ്മൾ കളിക്കാനൊക്കെ വരുന്നതാണ് കേട്ടോ. ഇപ്പോഴത്തെ ആരും എപ്പോൾ അയക്കാത്ത ആ ബ്ലാക്ക് ടീഷർട്ട് ഇട്ട ആ ചേച്ചിയുടെ പേര് പറയാമോ? സ്വപ്ന. അതുല്യ എന്നാണ്. നമുക്ക് മിന്നു എന്ന് വിളിക്കാം അല്ലേ? മിന്നു എന്നാണ് ഇവളുടെ പേര്. ഇപ്പോൾ ഇവളുടെ പേര് എന്ന് വെച്ചാൽ ദീക്ഷ എന്നാണ്. ദില്ലു. അപ്പം ഞങ്ങളെപ്പോൾ ദിൽകൃഷ്ണ എന്നാണ് കേട്ടോ എൻ്റെ പേര്. സ്കൂളിൽ പോകുന്നതും പറ്റിച്ചേ. എൻ്റെ പേര് ദീക്ഷ തന്നെയാണ്. ഇവളുടെ പേര് അതുൽ TS എന്നാണ്. എൻ്റെ പേര് ദിൽകൃഷ്ണ, ഇവളുടെ പേര് അതുൽ TS. അപ്പോൾ നിങ്ങളെന്താ ആണാണോ? ആണ് പെണ്ണാരാണോ? യെസ്, ഞങ്ങൾ ആണ് പെണ്ണാരാണ് അല്ലേ? അല്ലേ? ഇപ്പം ഞങ്ങൾ ഒരുമിച്ച് സ്കൂളിൽ പോകുന്നതും ഇവൾ എന്തെങ്കിലും കളിക്കുന്നത് പറ്റിച്ചേ. കുറെ ആള് പറയുന്നുണ്ട് പറ്റിക്കല്ലേ ചേച്ചി. പറ്റിച്ചതാണ്. അതുല്യ TS എന്നാണ് ദീക്ഷ. പേര് ധൃതിക. ആ പേർപ്പിൾ മാല എവിടെ നിന്നാണ്? ഇതെൻ്റെ ആപ്പൻ മലക്ക് പോയി വരുമ്പോൾ വാങ്ങിച്ചതാണ്. മറ്റേ ചേച്ചിയുടെ റോസ് ഗോൾഡ് പോലത്തെ മാല അത് പുറത്തിടാമോ? ദിൽകൃഷ്ണ അല്ല കേട്ടോ, ദീക്ഷ എന്നാണ്. ഇത് നമ്മുടെ മമ്മി. അല്ല, ദിൽകൃഷ്ണ പറഞ്ഞു. ദിൽകൃഷ്ണ എന്നാണ് അവൻ്റെ പേര്. ഇത് മമ്മി മേടിച്ചത് കേട്ടോ. ലവ് എന്നാണ്. ഇങ്ങനത്തെ ഒരു നല്ലൊരു ഭംഗിയുള്ള മാലയാണ്. നമ്മളെ കുറ്റിയാടി തന്നെ ഉണ്ട് ഒരു ഭംഗിയായിട്ടുള്ള. കുറ്റിയാടിയൊക്കെ അറിയാം. അതിൻ്റെ അടുത്താട്ടോ ഞങ്ങളുടെ വീട്. കുറച്ചുകൂടി പേരോ
അപ്പം ഞങ്ങൾ നിർത്തുവാണ് നിർത്തുവാണ്. എന്നിട്ട് നിങ്ങൾ ഓക്കെ ഇതാണ് guys ഉള്ളത്. എന്നാൽ ബൈ, എല്ലാവർക്കും ബൈ.